ഹലോ. അതെ, ഇവിടല്ലേ നമ്മളെ കയാക്കിങ്ങിന്റെ കയാക്കിങ് ഇവിടെ നടക്കല്. രണ്ടാഴ്ച മുമ്പോളാകുമ്പോൾ പരിപാടിയൊക്കെ ആയിരുന്നു. ഗാനങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഉണ്ട്, പുൽരാമറുണ്ട്. ഇവിടെ ഒരുപാട് പേരുണ്ട്, ഒരുപാട് രാജ്യത്ത് നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. അതല്ലേ, വിദേശ രാജ്യങ്ങൾക്ക് ആൾക്കാർ വരില്ലേ? അതല്ലേ, ഏത് ഈ മാസത്തിൽ ഈ കാലഘട്ടങ്ങളിലാണ്, ഈ സമയത്താണോ മഴയുള്ള സമയത്താണ്? ഇതിപ്പോ ഈ ഇതിലുള്ള വെള്ളം മാക്സിമം ആണോ അതോ സാധാരണ വെള്ളം കുറഞ്ഞതാണോ? ഇത് കുറഞ്ഞാണ്. ഇപ്പൊ വെള്ളം ഉണ്ടാകുമ്പോഴാണ് ഇവർ വരുന്നത്. പിന്നെ അരിപ്പാറ പുൽരാമറ ഏരിയയിലേക്കൊക്കെ അവിടെ രണ്ടാഴ്ച മുമ്പായിരുന്നു ഇവിടെ മുഴുവൻ പരിപാടി ഉണ്ടായിരുന്നു. അതെ, നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസ് സാറ് MLA ഉണ്ടായിരുന്നു. ഇവിടുത്തെ MLA ഉണ്ടായിരുന്നു. എത്ര വണ്ടി ഇത് കായാക്കിംഗ് ബോട്ടുകൾ ഇതിനകത്ത് പങ്കെടുക്കും? ഏകദേശം ബോട്ടുകള് 6-7 ബോട്ടുകളുടെ മുകളിൽ സ്ഥിരമായിട്ടുണ്ട്. എന്റെ പരിപാടി എങ്ങനെയാണ്? ഇങ്ങനെ കായാക്കിംഗ് കേൾക്കാം, മാതൃഭൂമിയിലെ ഫോട്ടോ ഒക്കെ കാണുന്നല്ലാതെ നമ്മൾ വീഡിയോ ആയിട്ടൊന്നും ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. ഇതിപ്പോ ഈ ഒരു ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഇതാണോ? ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അപ്പുറത്തെ ഭാഗത്തിന് അങ്ങോട്ട് അവർക്ക് ഏരിയ ഉണ്ട്. ആ ഏരിയയിലേക്ക് പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് പുൽരാമറ ഏരിയ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പോവാ ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് വരുന്നതല്ല. ഇതിന്റെ സ്പീഡാണ് മുന്നിൽ എത്തുന്നതാണോ? എങ്ങനെ ഇതിന്റെ ഫസ്റ്റ് പ്രൈസും മറ്റുള്ള കാര്യം എങ്ങനെ ഇതിന്റെ ക്രേസ് ആണ് കളിന്റെ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് പറഞ്ഞാൽ അറിയില്ല. പക്ഷെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അവർ പോവാ, അവരുടെ ഓരോ ഇതിന്റെ ഇതിൽ വെച്ചിട്ടാണെന്ന് തോന്നുന്നു എനിക്ക്. അല്ല, എല്ലാരും കൂടി ഒരുമിച്ചാണ് ഓരോന്നായിട്ടാണ്. അപ്പൊ ചിലപ്പോ ടൈമിംഗ് വെച്ചിട്ട് ഇത്ര സമയം കൊണ്ട് അവിടെ എത്താന്നുള്ള സമയം പല രാജ്യങ്ങളിൽ പല ആൾക്കാരാണ് ഇവിടെ വന്ന്. അതല്ലേ, വിദേശത്തുനിന്ന് ആൾക്കാർ. അപ്പൊ ഈ പാറേന്റെ ഇടയിൽ കൂടെ ഒക്കെ പോകുമ്പോ ഇടിച്ച് ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഇവിടെ വന്നിട്ട്. അപകടങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ അതിനുള്ള ആൾക്കാരും ആംബുലൻസും കാര്യങ്ങളും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ? ട്രെയിനിങ് ഉണ്ട്. അപ്പൊ നമ്മുടെ നാട്ടുകാരെങ്കിലും ഇതിനകത്ത് നിൽക്കുന്നുണ്ടോ, പഠിക്കാൻ നിൽക്കുന്നുണ്ടോ? അങ്ങനെ നിൽക്കുന്നത് ഇവിടത്തെ ഉള്ള ആളുകള് ആരാളെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. നിങ്ങളെ വീട് എവിടെ? ഞാനിവിടെ 2 കിലോമീറ്റർ അപ്പുറത്താണ്. അതെ, എന്റെ പേരെന്താ? ഷിൻഡോ. നിങ്ങൾ ഇത് കാക്കിംഗ് പോയിട്ട് എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ നിങ്ങൾക്ക്? ബന്ധമല്ല, ഞാനിത് ഇങ്ങനെ കാണാൻ വരലുണ്ട്. ഇവിടെ ഇരുന്നാ നമുക്കൊരു മനസ്സമാധാനം, ഒരു സന്തോഷമല്ലേ? വീട്ടിലൊക്കെ ഏത് നേരം ഇങ്ങനെ പ്രാരാബ്ദ പ്രശ്നങ്ങളെ ഇടയില് കുറെ നേരം വെള്ളച്ചാട്ടം കണ്ടിങ്ങനെ ഇരുന്നാ തന്നെ മനസ്സിലായി സമാധാനം. എപ്പോഴും ഇവിടെ തന്നെ റൂം എടുത്ത് നിൽക്കലുണ്ട്. ഇവിടെ ഈ ടൈമിനല്ലാണ്ടാണെങ്കിലും അവരിവിടെ ആണെങ്കിലും അപ്പുറത്ത് റൂം എടുത്തിട്ട് ആളുകൾ ഇങ്ങനെ വന്നു പോയിട്ട് ഇങ്ങനെ ട്രയൽ. ഇതിപ്പോ ശരിക്കും ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്നത്. അപ്പൊ ഇവിടെ സ്റ്റാഫ് ഒക്കെ ഉണ്ടോ? ഇവിടെ ഇവര് തന്നെ ഉണ്ട്. ഇവരുടെ ആൾക്കാർ തന്നെ ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്, അപ്പുറത്ത് അങ്ങാടിയിലാണെങ്കിലും അവിടെ റൂം എടുത്ത് താമസിക്കുന്നുണ്ട് അവര്. അപ്പൊ ഒരു വർഷത്തിലാകെ 2 മാസത്തിന് വേണ്ടിട്ട് സ്ഥിരമായിട്ട് ഇവിടെ റൂമായിട്ട് നിൽക്കുന്നുണ്ട്. ട്രയൽ ഇടയ്ക്കിടയ്ക്ക് അവർ നോക്കലുണ്ട്. വെള്ളത്തിന്റെ അളവ് ഇത് ലേശൂടി വെള്ളം ഉണ്ടായാലാണ് അവര് ട്രയൽ പോകുന്നത്. അതെ, ഇത് സ്പോർട്സ് അതോറിറ്റിന്റെ കീഴിൽ വരുന്നതായിരിക്കും അല്ലേ? ഏതായാലും ഈ പേരിൽ പെട്ടെന്ന് കോടഞ്ചേരി എന്ന് പറയുമ്പോ പെട്ടെന്ന് കാക്കിങ് പെട്ടെന്ന് കുറച്ച് ഫേമസ് ആവാനൊക്കെ സാധിച്ചില്ലേ? ഇത് കുടിക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല വെള്ളമാണ്. ഇവിടുന്നിപ്പോ കുടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിലേക്ക് സപ്ലൈ ചെയ്തിട്ട് മറ്റെന്താ പറയാ, വാട്ടർ അതോറിറ്റിന്റെ ഇതിലേക്ക് ടാങ്കിലേക്ക് അടിച്ചിട്ട് അങ്ങനെ പോകുന്നു. ജലവൈദ്യുത പദ്ധതിയായിട്ട് അങ്ങനെ വരുന്നുണ്ട് അല്ലേ? ഇപ്പൊ നമ്മളെ കോഴിക്കോട് ജില്ലയിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഹമീബിയാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖത്തിന്റെ ഒരു പ്രശ്നം കേട്ടിട്ടുണ്ടാവുമല്ലോ പേപ്പറിലൊക്കെ. അത് ഭയങ്കരമായിട്ട് പൊതു ജലാശയങ്ങളിൽ കുളിച്ചിട്ടൊക്കെയാണ് ഉണ്ടാവുക എന്നൊക്കെ പറയും. പക്ഷെ സൂപ്പർ വെള്ളം കേടുന്നുണ്ട്. അല്ല, ഞങ്ങളിപ്പോ അവിടെ നേരത്തെ കണ്ടു മറ്റേ ഇതിന്റെ ബ്രാൻഡി കുപ്പി ഇതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ. എന്തൊരു കഷ്ടമാണ്. ജനങ്ങൾക്ക് ഒരു ബോധം എന്ന് പറഞ്ഞത് തീരെ വരാതെ. മെയിൻ ആയിട്ട് ഇവിടെ ഉള്ളവരെന്നല്ലേ, ടൂറിസ്റ്റ് ആയിട്ട് വരുന്ന ആളുകൾ തന്നെ വന്നിട്ട് ഇപ്പൊ അരിപ്പാറ ആണെങ്കിലും അനിക്കാമ്പൂലാണെങ്കിലും കണ്ടമാന അപകടങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അവരോട് എത്ര പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയയിലേക്ക് ഇറങ്ങരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കില്ല. ഒരു അപകട മരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം അല്ല പ്രശ്നം. ചെറിയ ചെറിയ ചുഴികളും ഈ കല്ലിന്റെ പൊത്തുകളും ഉണ്ട്. അപ്പൊ അതിലേക്ക് പോയിട്ട് കാല് കുടുങ്ങിയിട്ട് പിന്നെ നമുക്ക് എത്ര നീന്തറിയാന്ന് പറ്റും മേലോട്ട് പൊന്താൻ പറ്റില്ല. അത് ഈ വെള്ളത്തിനെ കുറിച്ച് അറിയില്ല. അപ്പൊ നമ്മളെത്ര പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആളുകൾക്ക് മനസ്സിലാവും, അവിടെ പുറത്തുനിന്ന് വരുന്നവർക്ക് മനസ്സിലാവില്ല. ഡിസംബർ കാലങ്ങളിൽ വറ്റി പോവോ? വെള്ളം ഏകദേശം കുറച്ചുകൂടി കുറയുള്ളൂ. ആ വെള്ളം എപ്പോഴും ഉണ്ട്. പക്ഷെ എപ്പോഴാ പെട്ടെന്ന് വെള്ളം വരുന്നത് നമുക്ക് പറയാം. മലവെള്ളപ്പാച്ചിൽ വരുന്ന സ്ഥലം അതിലെ നമ്മൾ ഈ നിൽക്കുന്ന നേരത്തെ തന്നെ പെട്ടെന്ന് വെള്ളം വരും. എങ്ങനെയാ മലവെള്ളപ്പാച്ചിൽ വരുമ്പോ എങ്ങനെ അറിയാം? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കുറച്ച് വേസ്റ്റ് സാധനങ്ങളും പിന്നെ എന്താ വെച്ചാൽ ലേശവും ഇതുണ്ടാവും, പിന്നെ സ്മെല്ലുണ്ടാവും. ഇവിടെ ഉള്ളവർക്കേ അറിയുള്ളൂ, പുറത്തുനിന്ന് വരുന്നവർക്ക് മനസ്സിലാവില്ല. ഇത് തന്നെ പാറകൾ വെള്ളം വരെ ചെയ്യാം. അതിപ്പോ ഈ ബിൽഡിങ്ങിന്റെ ലെവലിൽ കൊണ്ട് കവിഞ്ഞു പോകും. ഇങ്ങോട്ട് കയറും. എത്ര ഹൈറ്റിലേക്ക് ഉരുള് പൊട്ടിയ മറ്റേ വെള്ളപ്പൊക്കം വന്ന ടൈമില് 2018 2018 അപ്പൊ നല്ലപോലെ വെള്ളം കയറിയത്.
അപകടങ്ങൾ മരണം ഒക്കെ മരണം ഇവിടെ ഡെയിലി നടക്കുന്നുണ്ട് അരിപ്പാറ. അരിപ്പാറ ഇവിടെ അല്ല, അവിടെയാണ് പ്രശ്നം. അരിപ്പാറ ഇപ്പൊ ഇവിടെ ഓപ്പണിംഗ് ആണോ അത്? അവിടെ ഓപ്പണിങ്, അവിടെ എപ്പോ വേണമെങ്കിലും കേറാം. അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമുക്ക് നീന്തലുള്ള എത്ര എക്സ്പീരിയൻസ് ഉള്ള ആളും നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. അരിപ്പാറ ഇതിന്റെ ഈ ചുഴി പോയി കറങ്ങിയിട്ട് അതിന്റെ ഉള്ളിലേക്ക് കുടുങ്ങി, പിന്നെ മുകളിലേക്ക് പോകാൻ പറ്റില്ല. പിന്നെ 4 ദിവസം മറ്റേ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരാഴ്ച മുമ്പ് ഒരാളും വെച്ചിട്ടുണ്ടായിരുന്നു. അതല്ലേ നമ്മളെ 2018 ടൊവിനോ കുടുങ്ങി പോകുന്ന ഒരു രംഗം ഉണ്ടല്ലോ, ആ സിനിമ, ആ ഒരു സിനിമക്കകത്ത് അതേപോലത്തെ ഒരു രംഗമായിരിക്കും. ചുഴികൾ അറിയില്ല, കല്ലിന്റെ ഇടയിലേക്ക് പോകാൻ അറിയില്ല. ഈ വെള്ളമൊന്നും വിഷയമല്ല. അവിടെ ഉള്ളവർക്കാണ് പ്രശ്നം. നമ്മുടെ ഈ ഏരിയ ഉള്ളവർക്ക് അറിയാവുന്നവർക്ക് പോകാൻ പറ്റുകയും ചെയ്യും.